അയ്യോ കോപ്പിറൈറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പൊ തന്നെ കേട്ട പാട്ടാണ് സാ റൊസ്താ റൊസ്താര, സാ റൊസ്താ റൊസ്താര. കറക്റ്റ്. നിങ്ങൾ എത്ര പേര് ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. തെലുങ്കിലെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. മഹേഷ് ബാബു, കാജൽ അഗർവാൾ തുടങ്ങിയവർ അഭിനയിക്കുന്ന ബിസിനസ് മാൻ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. ഓക്കെ, അതിനകത്തെ വളരെ ഫേമസ് ആയ ഒരു പാട്ടാണ് സാ റൊസ്താ റൊസ്താര. ഓക്കെ, ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇതിന്റെ വരികൾ സാ റൊസ്താ റൊസ്താര എന്നാണ്. എന്താണ് ഈ ഒസ്ത ഒസ്താര? നമ്മൾ ഇന്ന് അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലേൺ തെലുഗു ത്രൂ മലയാളം. നമ്മൾ തെലുങ്കിലെ ഭാവി കാലമാണല്ലോ കുറച്ച് ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഭാവി കാലത്തിൽ 4ാമത്തെ ഒരു വീഡിയോ ആണ്. 1ാമത്തെ വീഡിയോയിൽ സബ്ജക്ട് ഞാനാണെങ്കിൽ, കർത്താവ് ഞാനാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അന്ന് ഞാൻ ചെയ്യും, ഞാൻ വരും, ഞാൻ പോകും എന്നതിനൊപ്പം തന്നെ ഞാൻ ചെയ്യാം, ഞാൻ വരാം, ഞാൻ പോകാം എന്നൊക്കെ എങ്ങനെയാണ് പറയുന്നത് കൂടി ഞാൻ പറഞ്ഞു തന്നിരുന്നു. 2ാമത്തെ വീഡിയോയിൽ 2 സബ്ജക്ട് ഞാൻ ഒരുമിച്ച് ചേർത്തായിരുന്നു. ഒന്ന് നമ്മൾ, വേറൊന്ന് ഞങ്ങൾ. രണ്ടിനും കൂടി ഒരേ വാക്യഘടനയാണ്. രണ്ടും വേറെ വാക്കുകളുണ്ട്. കന്നഡയിൽ പോലെ ഒറ്റ വാക്കല്ല, നാവു എന്ന് പറഞ്ഞ ഒറ്റ വാക്കല്ല. തെലുങ്കിൽ ഞങ്ങൾ എന്ന് പറയാനായിട്ട് മേമു എന്ന് പറഞ്ഞ വാക്കുണ്ട്, പിന്നെ നമ്മൾ എന്ന് പറഞ്ഞിട്ട് മനമു എന്ന് പറഞ്ഞ വാക്കുണ്ട്. മേം, മനം എന്നും പറയാം. ഓക്കെ, പക്ഷെ അത് കഴിഞ്ഞത് വരുന്നത് അതായത് ഭാവി കാലത്തിലെ വഷ്താമു, പോത്താമു, വെൽത്താമു അതൊക്കെ ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി ഒരുമിച്ചാക്കിയത്. അന്ന് നമ്മൾ എന്ന് പറഞ്ഞ ശേഷം ഈ ഭാവി കാലം മാത്രം പറഞ്ഞു തന്നിരുന്നു, അതായത് വരും, പോകും, ചെയ്യും. പക്ഷേ ഞങ്ങൾ എന്ന് പറഞ്ഞ ശേഷം വരാം, പോകാം, ചെയ്യാം അങ്ങനെയുള്ള സംഭവം ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഈ ഐ ഷാൾ, വി ഷാൾ എന്നൊക്കെയുള്ള സംഭവങ്ങൾ. ഇന്ന് അതിനുശേഷം 3ാമത്തെ വീഡിയോയിൽ സബ്ജക്ട് നീ ആണെങ്കിൽ, ഓക്കെ, നുവു എന്ന് പറഞ്ഞ വാക്കാണെങ്കിൽ എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാമത്തെ ഒരു സബ്ജക്റ്റ് ആണ്. അതാണ് താങ്കൾ. ബഹുമാനത്തോടെ മീരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം, അതാണ്. അപ്പം 3ാമത്തെ വീഡിയോയിൽ ഞാൻ വാക്കുകൾ മാത്രമല്ല ചോദ്യം കൂടി എങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇന്ന് അതേപോലെ തന്നെ സെന്റൻസും പറയാം നമുക്ക് ഭാവി കാലത്തിൽ, പിന്നെ എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആയത്തെ ക്രിയ വെച്ച് തുടങ്ങാം. വായു എന്ന് പറയാനായിട്ട്. വായു എന്ന് പറയാനായിട്ട് തെലുങ്കിൽ രാ എന്നാണ്. പക്ഷേ വരും, വന്നുകൊണ്ടിരിക്കുകയാണ്, വരുന്നു എന്നൊക്കെ പറയാനായിട്ട് വേറൊരു വാക്യഘടനയാണ്, നിങ്ങൾക്കത് അറിയാവുന്നതാണ്. അപ്പം വരും, താങ്കൾ വരും എന്ന് പറയുന്നത് എങ്ങനെയാണ്? മീരു വസ്താരു. ഓക്കെ, മീരു വസ്താരു. ഇനി താങ്കൾ വരുമോ എന്ന് ചോദിക്കാനായിട്ട് മീരു വസ്താര എന്ന് പറഞ്ഞു വരണം. അപ്പോ ഞാൻ ആദ്യം കേൾപ്പിച്ച ആ പാട്ടിലെ ബിസിനസ് മാൻ എന്ന് പറഞ്ഞ സിനിമയിലെ ആ പാട്ടിലെ വരികൾ എങ്ങനെയാണ്? സാ റസ്താ റസ്താര, സാ റൊസ്താ റൊസ്താര. ഓക്കെ, അതാണ് കറക്റ്റ്. അപ്പം ഇതിന്റെ വരികൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇംഗ്ലീഷിൽ അത് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എങ്ങനെയായിരിക്കും? സാർ ഒസ്ത ഒസ്താര, OSTA ഒസ്ത ഒസ്താര. അപ്പം ശരിക്കും പിന്നെ നിങ്ങൾ അതിന്റെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ, എനിക്കറിയില്ല, ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല, വരികൾ എങ്ങനെയായിരിക്കാം? ചിലപ്പം സാർ താങ്കൾ വരുമോ. ഓക്കെ, ഈ ഒരു പാട്ടിൽ സാർ എന്നാണ് സബ്ജക്റ്റ് എങ്കിലും സാറിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ്. അപ്പം ശരിക്കും ഇതിന്റെ വരികൾ എങ്ങനെയാണ്? സാർ വസ്താര എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ താങ്കൾ വരുമോ. പിന്നെ ഇതിന്റെ ഞാൻ മുൻപ് ഈ 3ാമത്തെ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നുവു എന്ന് പറഞ്ഞ സബ്ജക്ട് ആണെങ്കിൽ പോലും നുവു വസ്താവു, നുവു വസ്താവ എന്ന് പറയുന്ന നേരത്ത്, നുവു വസ്താവ എന്ന് പറയുന്ന അല്ലെങ്കിൽ നുവു വെൽത്താവ എന്ന് പറയുന്ന നേരത്ത് നമ്മൾ ഒരു ചോദ്യം മാത്രമായിട്ടല്ല ചോദിക്കുന്നത്, ഒരു റിക്വസ്റ്റ് കൂടിയാണ്. സാർ വസ്താവ, നുവു വസ്താവ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വരുവോ എന്നും ഒരു അർത്ഥമുണ്ട്. പിന്നെ 2ാമത്തെ ഒരു അർത്ഥം നീ വായോ എന്ന് നമ്മൾ പറയുന്ന കൂടിയാണ്. ഓക്കെ, മലയാളത്തിൽ നമ്മൾ അങ്ങനെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ അധികം ഉദ്ദേശിക്കാറില്ല. നമുക്ക് ആരെങ്കിലും വരണം എന്ന് പറയുകയാണെങ്കിൽ വായു നമ്മൾ പറയും. ഓക്കെ, പക്ഷെ തെലുങ്കിൽ വസ്താവ, വസ്താര എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇങ്ങനത്തെ അർത്ഥം കൂടിയുണ്ട്. വരണം നമ്മൾ പറയുകയാണ്. ഓക്കെ, വരുമോ നമ്മൾ ചോദിക്കുകയാണ് ഓഫ് കോഴ്സ്, പക്ഷെ നമുക്ക് ആഗ്രഹമുണ്ട് വരണമെന്ന്. അതുകൊണ്ട് വരണമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ടും ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പോ ഇതിനകത്ത് വരേണ്ട വാക്കുകൾ എങ്ങനെയാണ്? സാർ വസ്താ വസ്താര. എന്തുകൊണ്ടാണ് ഈ വസ്താ വസ്താര? അത് ഈ പാട്ടിന് ഒരു റൈമിംഗ് ആവാൻ വേണ്ടി, വരികൾ എത്തിക്കാൻ വേണ്ടി, പ്രാസം ഒപ്പിക്കാൻ നമ്മൾ പറയല്ലോ, അതിനുവേണ്ടി പറയുന്നതാണ്. പക്ഷേ സാർ വസ്താര അതാണ് അതിന്റെ കറക്റ്റ് ആയത്. തെലുങ്കിൽ വാ എന്ന് പറയുന്ന പകരം ഓ എന്നും ഉപയോഗിക്കാറുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള കന്നഡയിലും ആ എന്ന് പറയുന്ന പകരം ചിലപ്പോൾ ഒരു ഹ എന്നും, ഹ എന്ന് പറയുന്ന പകരം ആ എന്നും, ഓ എന്ന് പറയുന്ന പകരം ഹോ എന്നും, ഹോ എന്ന് പറയുന്ന പകരം ഓ എന്ന് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ തെലുങ്കിൽ വാ എന്ന് പറയുന്ന പകരം
ഓ എന്നും ഉപയോഗിക്കാറുണ്ട്. പിന്നെ തെലുങ്കിൽ ഉപയോഗിക്കുന്ന വേറൊരു കൊളോക്കിയൽ എക്സ്പ്രഷനാണ് ച എന്ന് പറയുന്ന പകരം സ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. അത് ഈ തമിഴിലുണ്ട്. ഈ തമിഴിൽ ഇപ്പം ഈ ചെന്നൈക്ക് ചെന്നൈ എന്നും സൊല്ലു എന്ന് പറയുന്നത് ചൊല്ലു എന്നും, അതായത് ഈ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് സാ എവിടേക്ക് വരണോ അവിടേക്ക് ച എന്നും, ച എവിടേക്കാണ് വരേണ്ടത് അവിടേക്ക് സ എന്നും പറയുന്ന ഒരു ശൈലി നിങ്ങൾക്ക് അറിയാമല്ലോ. അതേപോലെ തന്നെ ലോക്കലായ കൊളോക്കിയലായ സംസാരത്തിൽ ഉപയോഗത്തിൽ പദപ്രയോഗത്തിൽ ച എന്ന് പറയുന്ന പകരം സ എന്ന് ഉപയോഗിക്കാറുണ്ട്. അത് ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് നിങ്ങളെ പിന്നെ കാണിക്കുന്നതായിരിക്കും. എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് വ എന്ന് പറയുന്ന പകരം ചിലപ്പം ഓ എന്ന് ഉപയോഗിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ സാർ വസ്താര എന്ന് പറയുന്നതിന് പകരം ക്ലിയർ ആയിട്ട് നേരിട്ട് പറയുന്ന പകരം പാട്ടായതുകൊണ്ട് അതിന്റെ ഒരു ലിബർട്ടി ഉപയോഗിച്ചുകൊണ്ട് അവർ സാരൊസ്താര എന്ന് പറയുന്നത്. ഓക്കെ, ഇംഗ്ലീഷിൽ അവർ എഴുതുന്നതായിരുന്നു, ചിലപ്പോൾ അങ്ങനെ എഴുതും, പക്ഷേ ഗ്രാമാറ്റിക്കലി ഇതിങ്ങനെയാണ്. ഓക്കെ, അപ്പം സാറേ താങ്കൾ വരുമോ? ചോദ്യമല്ല അവിടെ, സാർ പ്ലീസ് കം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദയവ് ചെയ്ത് വന്നാലും. ഓക്കെ, അപ്പം ആ ഒരു അർത്ഥമാണ് അതിനുള്ളത്. ഓക്കെ, അപ്പോ നമുക്കിനി മുമ്പോട്ട് പോകാം. വായു എന്ന് പറയാനായിട്ട് രാ, പോ എന്ന് പറയാനായിട്ട് പോ, വെല്ലു എന്ന് പറയാനായിട്ട് പോ എന്ന് പറയാനായിട്ട് പോ, വെല്ലു, വെള്ളിപ്പോ. അതൊക്കെ വെച്ച് നമുക്ക് എങ്ങനെയൊക്കെയാണ് സെന്റൻസ് ഉണ്ടാക്കാൻ നോക്കാം. മീര് വസ്താര എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ വരും. മീര് വസ്താര എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ വരുമോ? മീര് പോത്താര എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ പോകും. മീര് പോത്താര എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ പോകുമോ? മീര് വെൽത്താര എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ പോകും. വീണ്ടും മീര് വെൽത്താര എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ പോകുമോ? മീര് വെള്ളിപ്പോത്താര എന്ന് വെച്ചാൽ താങ്കൾ പോകും. മീര് വെള്ളിപ്പോത്താര എന്ന് വെച്ചാൽ താങ്കൾ പോകുമോ? ഇവിടെ ശരിക്കും താങ്കൾ എന്ന് പറഞ്ഞ ശേഷം നമ്മൾ അങ്ങനെ പറയാറില്ല. താങ്കൾ ചെയ്യും, താങ്കൾ ചോദിക്കും, താങ്കൾ കേൾക്കും, താങ്കൾ പ്രാർത്ഥിക്കും, താങ്കൾ ഭക്ഷണം കഴിക്കും പറയാറില്ല. അല്ലെങ്കിൽ താങ്കൾ പറയും എന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം എന്ന് വേണമെങ്കിൽ പറയാറില്ല. പക്ഷെ ഈ ഒരു വാക്ക് ഞാൻ പറയാൻ കാരണം ഇതിനെ ചോദ്യം എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോ താങ്കൾ പോകുമോ എന്ന് ഞാൻ ചുമ്മാ അത് മാത്രം പറഞ്ഞതിന്റെ കാര്യമല്ലോ. താങ്കൾ പോകും എന്ന് എങ്ങനെ പറയാം അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് മീര് വെൽത്താരു, മീര് വെള്ളിപ്പോത്താരു, മീര് പോത്താരു എന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി താങ്കൾ ചെയ്യുന്ന പറയാനായിട്ട് മീരു ചേസ്താരു. താങ്കൾ ചെയ്യുമോ എന്ന് ചോദിക്കാനായിട്ട് മീരു ചേസ്താര. താങ്കൾ പറയും എന്ന് പറയാനായിട്ട് മീരു ചെപ്താരു. താങ്കൾ പറയുമോ എന്ന് ചോദിക്കാനായിട്ട് മീരു ചെപ്താര. താങ്കൾ ചോദിക്കുന്നു പറയാനായിട്ട് മീരു അടുകുത്താരു. താങ്കൾ ചോദിക്കുമോ എന്ന് ചോദിക്കാനായിട്ട് മീരു അടുകുത്താര. ഓക്കെ, അതേപോലെ എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് എടുത്ത് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാം ഞാൻ പറയണമെന്നില്ല എന്ന് തോന്നുന്നു. എന്നാലും അവിടുത്തെ ഇവിടുന്നൊക്കെ ആയിട്ട് നമ്മുടെ പതിവ് ശൈലി പോലെ കുറച്ച് സെന്റൻസ് എടുത്ത് പറയാം. താങ്കൾ സഹായിക്കും എന്ന് പറയാനായിട്ട് മീരു സഹായം ചേസ്താരു. മീരു സഹായം ചേസ്താര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ സഹായിക്കുമോ? ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ചോദ്യം മാത്രമല്ല, നമ്മൾ പറയുകയാണ് ഒരു സഹായം ചെയ്തു തരൂ, സഹായം ചെയ്തു തായോ. ഓക്കെ, അങ്ങനെ പറയുന്നതാണ് മീരു സഹായം ചേച്ചു തരാ. ഓക്കെ, അടുത്തത് താങ്കൾ ജോലി ചെയ്യും, മീരു പണി ചേച്ചു തരൂ. താങ്കൾ ജോലി ചെയ്യുമോ? മീരു പണി ചേച്ചു തരാ. താങ്കൾ പ്രാർത്ഥിക്കും, മീരു പ്രാർത്ഥിച്ചു തരൂ. താങ്കൾ പ്രാർത്ഥിക്കുമോ? മീരു പ്രാർത്ഥിച്ചു തരാം. ഓക്കെ, പിന്നെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇസ്താരു. മീർ ഇസ്താരു എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ കൊടുക്കും അല്ലെങ്കിൽ താങ്കൾ തരും. താങ്കൾ കൊടുക്കുമോ എന്ന് ചോദിക്കാനായിട്ടും താങ്കൾ തരുമോ എന്ന് ചോദിക്കാനായിട്ടും മീർ ഇസ്താര. ഓക്കെ, പിന്നെ മീരു മാట్లాడతారు. മീരു മാట్లాడతారు എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ സംസാരിക്കും. മീരു മാట్లాడతారా എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ സംസാരിക്കുമോ? മീരു లేస్తారు എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ എഴുന്നേൽക്കും. താങ്കൾ എഴുന്നേൽക്കുമോ എന്ന് ചോദിക്കാനായിട്ട് മീരു లేస్తారా. പിന്നെ പാറിപ്പോത്താരു. മീരു പാറിപ്പോത്താരു. താങ്കൾ ഓടിപ്പോകും. താങ്കളാണെങ്കിൽ ഓടിപ്പോയില്ല. ഓക്കെ, ചൂടു. ചൂട് എന്ന് പറഞ്ഞ വാക്ക് മറ്റുള്ള വാക്കുകളായിട്ടുള്ള ഒരു വാക്യഘടന ഫോളോ ചെയ്യുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം പാടു എന്ന് പറയുന്ന നേരത്ത് ഡു തന്നെയാണ്, പാടുത്താരു. പക്ഷേ ചൂടു എന്ന് പറഞ്ഞ നേരത്ത് ചൂടുത്താരു എന്നല്ല, ചൂസ്താരു എന്നാണ്. അതുകൊണ്ട് താങ്കൾ നോക്കുന്നു പറയാനായിട്ട് താങ്കൾ മീരു ചൂസ്താരു. താങ്കൾ നോക്കുമോ ചോദിക്കാനായിട്ട് മീരു ചൂസ്താര. ഓക്കെ, പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി. നേർപ്പിസ്താരു. മീരു നേർപ്പിസ്താരു എന്ന് വെച്ചാൽ താങ്കൾ പഠിപ്പിക്കും. താങ്കൾ പഠിപ്പിക്കുമെന്ന് ചോദിക്കാനായിട്ട് മീരു നേർപ്പിസ്താര. ഓക്കെ, അത്രയും മതി. ഓക്കെ, അപ്പം അങ്ങനെയാണ് തെലുങ്കിലെ ഈ ഒരു വാക്യഘടന വരുന്നത് ഭാവി കാലത്തിലെ. ഇപ്പോ ഈ വാക്യഘടനകളൊക്കെ നിങ്ങൾ ഓൾറെഡി ഗെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോകളൊന്നും കാണണ്ട നിങ്ങൾ വിചാരിച്ച് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ
അന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മിസ്സാക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇപ്പോഴും എന്നോട് തൊട്ട് മുൻപത്തെ വീഡിയോയിലോ അല്ലെങ്കിൽ 2-3 വീഡിയോയ്ക്ക് മുൻപ് ചെയ്ത വീഡിയോകളിലോ ഒക്കെ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ കുറച്ച് പേരുണ്ട് കമന്റായി ചോദിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്, ഇതിന്റെ അർത്ഥം എന്താണ്, അതെങ്ങനെയാണ് വരുന്നത്, ഇതെങ്ങനെയാണ് വരുന്നതൊക്കെ. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട്, ഇവര് ആ വീഡിയോയിലും കാണുന്നില്ലേ? കാരണം റെഗുലർ ആയിട്ട് വീഡിയോ കാണുന്ന ആളുകളാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പം എല്ലാ വീഡിയോകളിലും ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന വീഡിയോകളാണെങ്കിൽ പോലും ഞാൻ കുറച്ചൊക്കെ ടിപ്പ്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എന്തൊക്കെയാണ് കോമൺ ആയി വരാകുന്ന കുറച്ച് തെറ്റുകൾ, കോമൺ എറേഴ്സ്, അതെങ്ങനെയാണ് തിരുത്തേണ്ടത്, അങ്ങനെ കാര്യങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അതൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോയിൽ കാണുക. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. തൊട്ട് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ കൂടി ഞാൻ അതെല്ലാം പറ്റാവുന്നിടത്തോളം ഉത്തരം നൽകാൻ, റിപ്ലൈ നൽകാൻ ശ്രമിക്കുന്നതാണ്. അത്രയും പറയുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.